മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള 18 മന്ത്രിമാർക്കെതിരായിട്ടാണ് വിവിധ രൂപത്തിലുള്ള അഴിമതി ആരോപണങ്ങൾ നിയമസഭക്കകത്തും പുറത്തും കോടതിക്കകത്തും ഉയർന്നു വന്നിട്ടുള്ളത്. കുംഭകോണങ്ങളുടെ തുടർക്കഥകളാണ് ഈ ഭരണത്തിനിടയിലുണ്ടായത്. ആദർശം, ധാർമ്മികത, ഇതിനൊന്നും യാതൊരുവിധ സ്ഥാനവുമില്ല എന്ന പരസ്യമായ നിലപാട് സ്വീകരിച്ചൊരു സർക്കാരാണ് കേരളത്തിലെ ഉമ്മൻചാണ്ടി സർക്കാർ. മനസാക്ഷിയാണ് വലുത്, ധാർമ്മികതയല്ല, ആദർശമല്ല എന്ന പ്രഖ്യാപനം തന്നെ മുഖ്യമന്ത്രി പരസ്യമായി നടത്തിക്കൊണ്ടാണ് ഈ അഴിമതി രാജ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ അവസാന മാസത്തെ മന്ത്രിസഭാ യോഗത്തിൽ വിവിധ യോഗങ്ങളിലായി കൈക്കൊണ്ട തീരുമാനങ്ങളിലൂടെ 2800 ഏക്കറിലധികം ഭൂമിയാണ് കോർപ്പറേറ്റുകൾക്കും റിയൽ എസ്റ്റേറ്റുകാർക്കും സ്വന്തക്കാർക്കും ഗവൺമെന്റ് വീതിച്ചു കൊടുക്കുന്ന തീരുമാനങ്ങൾ കൈക്കൊണ്ടത്. ഈ തീരുമാനങ്ങളെല്ലാം പിന്നീട് വിവാദത്തിൽപ്പെട്ടു. സർക്കാരിന് തന്നെ ഈ തീരുമാനങ്ങൾ പിന്നീട് റദ്ദാക്കേണ്ടതായിട്ട് വന്നു. എന്നാൽ റദ്ദാക്കേണ്ടി വന്ന എല്ലാ തീരുമാനങ്ങളെയും ന്യായീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഇപ്പോൾ പരസ്യമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ എല്ലാ തീരുമാനങ്ങളുടെയും പിന്നിൽ മുഖ്യമന്ത്രിയായിരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണത്. കേരളം രൂപം കൊണ്ടതിന് ശേഷം EMS മുതൽ VS അച്യുതാനന്ദൻ വരെ, ഇടയ്ക്ക് ഉമ്മൻചാണ്ടിയും മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഉയർന്നു വരാത്ത ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഇന്നത്തെ മുഖ്യമന്ത്രിക്ക് നേരിടേണ്ടി വന്നു. ഇങ്ങനെ കേരളത്തിന്റെ യശസ്, മലയാളികളുടെ യശസ് ലോകത്തിന്റെ മുമ്പിൽ ഉയർത്തിപ്പിടിക്കാൻ കഴിയാത്ത ഒരു ഭരണമാണ് ഉമ്മൻചാണ്ടിയുടെ ഭരണം. ഈ അഴിമതി ഭരണം അവസാനിപ്പിക്കണം എന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമായി മാറിയിരിക്കുകയാണ്. കേരളം ആഗ്രഹിക്കുന്നത് അതിവേഗം വികസിക്കുന്ന ഒരു സംസ്ഥാനമായിരിക്കണം കേരളം. ഇന്ന് വികസന രംഗത്ത് സംസ്ഥാനത്ത് ഒരു മുരടിപ്പ് നേരിടുകയാണ്. ഇതിന് കാരണം ഇച്ഛാശക്തിയോടുകൂടി തീരുമാനമെടുക്കാൻ ഗവൺമെന്റ് കഴിയുന്നില്ല. UDF ഗവൺമെന്റിന് പുതിയ ഒരു വികസന പദ്ധതിയും ആവിഷ്കരിക്കാൻ കഴിഞ്ഞില്ല. LDF ഗവൺമെന്റ് കാലത്ത് തുടങ്ങി വെച്ചതോ ആവിഷ്കരിച്ചതോ ആയ പദ്ധതികൾ മാത്രമാണ് ഭാഗികമായി ഉമ്മൻചാണ്ടി ഗവൺമെന്റിന് ചെയ്യാൻ കഴിഞ്ഞത്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ കാലത്ത് UDF മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങൾ, മാനിഫെസ്റ്റോയിൽ പറഞ്ഞ കാര്യങ്ങൾ, പിന്നീട് 5 ബഡ്ജറ്റുകളിലായി പ്രഖ്യാപിച്ച കാര്യങ്ങൾ, ഗവൺമെന്റിന്റെ നയപ്രഖ്യാപന പുസ്തകങ്ങളിൽ പറഞ്ഞ പ്രഖ്യാപനങ്ങൾ, ഇതെല്ലാം 10% പോലും നടപ്പാക്കാൻ ഈ ഗവൺമെന്റ് കഴിഞ്ഞില്ല.